നിലവിൽ നമ്മൾ UDFിൻ്റെ റിബൽ അംഗത്തിൻ്റെ പിന്തുണയോടുകൂടി സുഗതൻ സമർപ്പിച്ച അവധി അപേക്ഷ പാസ്സായിരിക്കുകയാണ്. എന്താണ് LDFിൻ്റെ തുടർ നീക്കങ്ങൾ? അല്ല, BJP എല്ലാ സ്ഥലത്തും ജനാധിപത്യ വിരുദ്ധമായിട്ട് ആളുകളെ കണ്ട് ചാക്കിട്ട് പിടിച്ച് പണം കൊടുത്ത് ആളുകളെ സ്വാധീനിച്ച് അവർക്ക് വേണ്ടിയിട്ട് അവരുടെ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇത്രയും കാലം കേരളത്തിനകത്തില്ലായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ ഇവിടുത്തെ കോർപ്പറേഷനകത്ത് ഇന്നത്തെ ഈ കൗൺസിലോടുകൂടി തന്നെ ഇങ്ങനെ കോൺഗ്രസിൻ്റെ ഒരു റിബലായി മത്സരിച്ച് സ്വതന്ത്രനെ തന്നെ ചാക്കിട്ട് പിടിക്കാൻ പറ്റുമെന്നുള്ളത് അവർ കാണിച്ചിരിക്കുകയാണ്. അവർ യഥാർത്ഥത്തിൽ കുറേ ദിവസങ്ങളായിട്ട് ഈ സുധീഷിൻ്റെ വീട്ടുമുറ്റത്തെല്ലാം പോയി ഓരോ വാഗ്ദാനങ്ങളുമായിട്ട് ഇവരുടെ നേതാക്കന്മാർ കറങ്ങി നടക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ പൊതുവായി വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊരു ചാക്കിട്ട് പിടുത്തവും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അവർ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ടൊന്നും കാര്യമില്ല. കാര്യം ഇവിടെ ലീവ് സുഗതന് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതല്ല. ഇവിടെ ഇനി എത്ര പേരുടെ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും ലീവ് സാങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവകാശമൊന്നും ഈ പറയുന്ന ഇത് അംഗീകരിക്കാനുള്ള അവകാശം ഈ മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് ഇവിടെ ഈ നഗരസഭയ്ക്കില്ല. അതൊരു നിയമപ്രശ്നമാണ്. ഈ പറയുന്ന നിയമവിരുദ്ധമായിട്ട് ലീവ് ആപ്ലിക്കേഷൻ കൊണ്ടുവരികയും അത് ഭൂരിപക്ഷം ഉപയോഗിച്ച് മൂന്നാമത്തെ കൗൺസിൽ അയാൾ പുറത്തു പോകുന്ന കൗൺസിലിനകത്ത് പാസ്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആ ലീവ് ആപ്ലിക്കേഷൻ പാസ്സാക്കി എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലെന്നുള്ളതും അയാൾക്ക് ഒരു പ്രിവിലേജും അയാൾക്ക് ഒരു ആനുകൂല്യവും കൊടുക്കാൻ പറ്റില്ലെന്നുള്ള ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഇവിടെ നിൽക്കുന്നതല്ല. ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇനി തീരുമാനം എടുക്കാനുള്ളത് ഈ പറയുന്ന 3 കൗൺസിൽ കഴിഞ്ഞു, 90 ദിവസവും കഴിഞ്ഞു. ഇനി നടപടിയെടുക്കാനുള്ളത് ഇവിടുത്തെ സെക്രട്ടറിയാണ്, നഗരസഭാ സെക്രട്ടറിയാണ്. നഗരസഭാ സെക്രട്ടറി ഈ റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് എഴുതി അയക്കണം. അതിന് ഒരു പ്രധാന പങ്ക് വഹിക്കേണ്ടത്, തീരുമാനം എടുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റാണ് ആ തീരുമാനം എടുക്കേണ്ടത്. അത് സ്വാഭാവികമായിട്ട് ഇവിടുത്തെ സെക്രട്ടറിയുടെ ഒക്കെ തീരുമാനത്തിന് ഗവൺമെൻറ്റും കൂടെ ഒക്കെ അറിഞ്ഞുകൊണ്ട് മാത്രമേ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതുപോലെ ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് പരാതികൾ കൊടുത്തിട്ടുണ്ട്. ആ പരാതിയുടെ തുടർന്ന് മന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും ഇതിനെ സംബന്ധിച്ചുള്ള പരാതികൾ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം തുടർന്ന് നമ്മൾ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു കാപ്പ കേസിനകത്ത് ഡീറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരാളെ ഇങ്ങനെ ഒരു അവധി അപേക്ഷ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് തെറ്റായ മെസ്സേജാണ്. അതുകൊണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ നമ്മുടെ നിയമവ്യവസ്ഥയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയെ നമ്മൾ സമീപിക്കും. ഉടൻ തന്നെ ഹൈക്കോടതിയിലേക്ക് പോകാൻ തന്നെയാണ് LDF നിയമപരമായിട്ട് ഇതിനെ നേരിടും എന്നുള്ള കാര്യത്തിലാണ്. അതുപോലെ തന്നെ കോർപ്പറേഷനകത്ത് ഒരുപാട് ഭരണപരമായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വിഷയമുണ്ട്, കുടിവെള്ളത്തിൻ്റെ വിഷയമുണ്ട്, റോഡിൽ നമ്മൾ ഇറങ്ങി നടക്കുകയാണെങ്കിൽ പുല്ലടക്കം വളർന്നു കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊന്നും തന്നെ പരിഹരിക്കാതെ ഇവിടെ വലിയ പൈസ മുടക്കിക്കൊണ്ട് പുതിയ കോർപ്പറേഷൻ ബിൽഡിംഗ് നിർമ്മിക്കുന്നതിനെ പറ്റിയാണ് മേയർ എന്ന് സംസാരിക്കുന്നത്. ഇപ്പോൾ മേയർ ഇവിടെ പറയുന്ന ആഡംബര കെട്ടിടം വേണമെന്നാണ് പറയുന്നത്. ഈ നിലവിലിപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്ന കോർപ്പറേഷൻ ഓഫീസിൽ മതിയായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഉള്ള ഒരു സ്ഥലമാണ്. ഇവിടെ സാധാരണ ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നഗരസഭയ്ക്കിടെ പല വാർഡുകളിലും വെള്ളം എത്തിക്കുന്നില്ല. അത് പൈപ്പ് മാറ്റിയിട്ട് ആ പ്രശ്നം പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ കോർപ്പറേഷൻ ഇടപെടണം. ഇവിടുത്തെ തെരുവ് നായ് ശല്യം ഒരു ശാശ്വത പരിഹാരത്തിന് വേണ്ടിയിട്ട് ഇടപെടണം. മരാമത്ത് പണി, റോഡുകളുടെ പണിയൊന്നും ഒരു വർഷമായിട്ട് ഇവിടെ ഒരു മരാമത്ത് പണികളും നടക്കുന്നില്ല. ആ മരാമത്ത് പണികളുടെ തുടർച്ച നടത്തിയാലേ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സ്യൂവേജ് സിസ്റ്റം ആകെ ഫ്ലോപ്പാണ്, ആകെ താറുമാറായി കിടക്കുകയാണ്. അങ്ങനെയുള്ള വലിയ നീറുന്ന പ്രശ്നങ്ങൾ, ജനങ്ങളെ ബാധിക്കുന്ന അടിസ്ഥാന സൗകര്യമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം ഇവിടെ 10-300 കോടി രൂപയുള്ള ആഡംബര 14 7 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഓഫീസൊന്നുമല്ല ഇവിടെ ആവശ്യമെന്ന് പറയുന്നത്. ഇവിടെ മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് പറയുന്ന വ്യവസ്ഥയെന്ന് പറയുന്നത് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വെള്ളം, സ്യൂവേജ് സിസ്റ്റം, അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ്സ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താനാണ് മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് ഈ മേയറെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. മേയർ അതൊന്നുമല്ല ചെയ്യുന്നത്. അതെല്ലാം ഇങ്ങനെ ടണ്ണ് കണക്കിന് മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. നിരവധി ആളുകൾ അതിനെ പകർച്ചവ്യാധിയെ തുടർന്ന് മരണത്തിലേക്ക് പോകുന്ന സാഹചര്യം വന്നിരിക്കുകയാണ്. അസുഖം പിടിപെട്ട് മരണത്തിലേക്ക് പോവുകയാണ്. ഇതൊന്നും കാണുന്നില്ല ഈ മേയർ പകരം ഇവിടെ എന്താണ് ഇന്നിപ്പോൾ കാണിച്ചത്? ആരെങ്കിലും ഏതെങ്കിലും ഒരു മര്യാദ ഉള്ള ഒരു മേയറാണെങ്കിൽ ഇങ്ങനെ കാണിക്കുമോ? ആളുകൾ ഇവിടെ പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, എന്താണ് ലൂയി 14 എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അവസാനം ഇങ്ങനെയായിരുന്നു. ഈ പറയുന്ന ദാരിദ്ര്യവും പട്ടിണിയും കാരണം ഈ അതിൻ്റെ മുമ്പിലോട്ട് പോയിട്ടുള്ള അവിടുത്തെ എലിസബത്ത് രാജ്ഞി പറയുന്നത് എന്താണ്, അവർ ബ്രെഡിന് വേണ്ടി ചോദിച്ചപ്പോൾ എന്തിന് ബ്രെഡിന് വരാൻ കേക്ക് തരാമെന്ന് പറഞ്ഞ് അവിടെ വിളിച്ച് ഗില്ലറ്റ് ചെയ്ത് കളഞ്ഞിട്ടുള്ള ഒരു സംഭവങ്ങളെല്ലാം വരുന്നത്. അതുമാതിരിയാണ് ഈ പറയുന്ന മേയർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
മേയർ പാവപ്പെട്ട ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്, വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാൻ, അതുപോലെ തന്നെ അവിടെ പഠിക്കാൻ സൗകര്യമില്ലാത്ത പിന്നെ ഉള്ളവർക്ക് പട്ടികജാതി മറ്റും തുടങ്ങിയിട്ടുള്ളവർക്കെല്ലാം ഈ സ്കോളർഷിപ്പും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കാൻ, അങ്ങനെയുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തേണ്ട മേയർ ഇവിടെ 7 സ്റ്റാർ ഹോട്ടൽ പോലുള്ള കെട്ടിടം കെട്ടാൻ വേണ്ടിയിട്ടാണ് മേയറുടെ പുറപ്പാടിക്കുന്നത്. വേറെ ഒരു പണിയുമില്ല ഇത്. കോൺഗ്രസിന് ഈ വിഷയത്തിനകത്ത് ഈ പറയുന്ന പോലെ ആത്മാർത്ഥതയുണ്ട്. കാരണം അവരുടെ സർക്കാരിൻ്റെ അനുമതിയോടുകൂടിയാണ് സുഗതന് ജയിലിനകത്ത് സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവാദം കിട്ടിയത്. ഇപ്പോൾ അവരുടെ ഒരു റിബലായിട്ടുള്ള സ്ഥാനാർത്ഥിയുടെ ജയിച്ചു വന്ന ആളുടെ പിന്തുണയോടുകൂടിയാണ് ഇപ്പോൾ അവധി അപേക്ഷ പാസ്സായിരിക്കുന്നത്. അതെ, ഇപ്പം അവരൊരു റിബലാണ്. BJPയോടുള്ള ഒരിക്കലും പോകാൻ വേണ്ടിയിട്ട് പാടില്ലാത്ത പൗണ്ട് കടവ് വാർഡിലെ കൗൺസിലറാണ് ഇതിൻ്റെ കൂട്ടത്തിൽ പോയിരിക്കുന്നത്. പണം കൊടുത്തിട്ടാണ് അദ്ദേഹത്തെ വിലയ്ക്ക് വാങ്ങി എന്നുള്ളതാണ് പൊതുവിലുള്ള സംസാരം. BJP കോൺഗ്രസ്സുകാർ ഒരു ആഭ്യന്തര വകുപ്പിൽ നിന്ന് കണ്ട ഇവിടെ ഒരു കത്ത് കൊടുത്തിരിക്കുന്നു പോലും, അങ്ങനെ അവധി അപേക്ഷയ്ക്കുള്ള ഇത് നടപടി എടുക്കാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളടക്കം ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു കത്ത് വന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിന് ചില കോൺഗ്രസിൻ്റെ ചില ആളുകൾ, ചില നേതൃത്വങ്ങളെല്ലാം ഇതുമായിട്ട് യോജിച്ച് നിന്ന് ഈ BJPയുടെ ഈ കോർപ്പറേഷൻ്റെ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഒത്താശ ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം സ്വാഭാവികമായിട്ടുണ്ടാവും.